വിളപ്പിൽശാല ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം മതിൽ തകർന്നു വീണ് രണ്ടുപേരുടെ വീടിന്റെ അടുക്കള തകർന്നു. രാവിലെ 7:30യോടെയാണ് സംഭവം. മതിൽ ദിവസങ്ങളായി നാശാവസ്ഥയിലായിരുന്നു. ഇവിടെ നിൽക്കുന്ന മരങ്ങളുടെ വേരുകൾ മതിലിനടിയിലേക്ക് പോയതോടെയാണ് ബലക്ഷയമുണ്ടായത്. സുമതി, ഷാജി എന്നിവരുടെ അടുക്കളയാണ് തകർന്നത്. തുടർച്ചയായി മഴ പെയ്തതും മണ്ണിടിച്ചിലിന് കാരണമായി. പ്രദേശത്ത് മഴ തുടരുകയാണ്. മതിലിന്റെ ബാക്കി ഭാഗവും എപ്പോൾ വേണമെങ്കിലും നിലംപതിക്കാം എന്ന അവസ്ഥയിലാണ്. പെയിന്റിംഗ് തൊഴിലാളിയാണ് ഷാജി. സുമതി തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്നു. ഇത് എപ്പോഴാണ് സംഭവിച്ചത്? 7:30 മണിക്ക് രാവിലെ മഴ പെയ്ത് ഇടിഞ്ഞ് വീണ ഹോസ്പിറ്റൽ കംപ്ലൈൻറ്റ് പറഞ്ഞായിരുന്നു. അവർ ഇടയ്ക്ക് വന്ന് നോക്കിയിട്ട് ഒരു മേളിൽ വന്ന് നോക്കിയിട്ട് പോയതെല്ലാം ഒന്നും ചെയ്തില്ല. ഇത് നേരത്തെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നതാണ്? പൊട്ടി നിന്ന സമയത്ത് ഹോസ്പിറ്റൽ കംപ്ലൈൻറ്റ് ചെയ്തു. അവർ ഇടയ്ക്ക് വന്ന് നോക്കും, വെറുതെ മേളിൽ വന്ന് നോക്കിയിട്ട് പോകണമെന്നല്ലാതെ വേറെ ഇതും ചെയ്തില്ല, നടപടിയും ചെയ്തില്ല. ഇപ്പം നിങ്ങൾക്ക് വീട്ടിൽ താമസിക്കാൻ പറ്റുന്ന അവസ്ഥയാണോ? ഇല്ല, ഇനി മരമൊക്കെ മറിഞ്ഞിരിക്കുന്നത് പറ്റില്ല. ഇവിടുത്തെ ഈ മരങ്ങളെല്ലാം അപകടാവസ്ഥയിലാണോ നേരത്തെ? അപകടാവസ്ഥ തന്നെ. ഇനിയിപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ബന്ധുവീട്ടിലോട്ട് മാറണം. 7:30 മണിക്കാണ് ഇത് സംഭവിച്ചത്. അപ്പം എവിടെയായിരുന്നു വീട്ടിൽ? ഞാൻ വീട്ടിലില്ലായിരുന്നു, പച്ചക്കറി വാങ്ങിക്കാൻ കയറി പോയി. വീടിൻ്റെ ഇപ്പം എന്തൊക്കെ നാശം ഉണ്ടായിട്ടുണ്ട്? അടുക്കള മൊത്തം പോയി. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കാൻ പറ്റുമോ? പറ്റുമെന്ന് തോന്നുന്നില്ല. അതിൻ്റെ ഇതാണ്ട് മതിലുകളൊക്കെ ഇടിഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബന്ധുവിൻ്റെ വീട്ടിലോട്ട് മാറാം. വീടിന് നാശനഷ്ടമുണ്ടായവർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്ന് വാർഡ് മെമ്പറും വൈസ് പ്രസിഡന്റുമായ ഷാജി ദേവദാസ് പറഞ്ഞു. ഇപ്പോൾ ഇന്ന് രാവിലെയാണ് അറിയാൻ കഴിഞ്ഞത്. ഒന്ന് കണ്ടപ്പോൾ വളരെ ഖേദകരമായ ഒരു സംഭവം തന്നെയാണ്. ഇവിടെ ഇത് കൂടാതെ തന്നെ നിരവധി വീടുകളുണ്ട്. തൊട്ട് നമ്മുടെ പുറകിൽ കാണുന്നത് ഇവിടുത്തെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ CHC ആണ്. അപ്പോൾ ഇത് നേരത്തെ തന്നെ ശ്രദ്ധയപ്പെട്ടുകൊണ്ട് പല തവണ HMC മീറ്റിങ്ങിൽ ആവർത്തിച്ച് ബ്ലോക്ക് അധികാരികളോടും ബന്ധപ്പെട്ട ജീവനക്കാരോടും ആവശ്യപ്പെട്ടുള്ളതാണ് HMCയിൽ വ്യക്തമായ തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിയമപരമായി ഇത് മുറിച്ചു മാറ്റുന്നതിന് മഹാഗണി അടക്കമുള്ള വില വരുന്ന വൃക്ഷങ്ങളാണുള്ളത്. അപ്പോൾ അത് മുറിച്ചു മാറ്റുന്നതിന് നിങ്ങൾക്കറിയാമല്ലോ, നടപടിക്രമങ്ങൾ ധാരാളം പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി അത് ചെയ്ത് ഫോറസ്റ്റിന് അയച്ചപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോൾ പറയുന്ന മറുപടി എന്ന് പറയുന്നത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മെഡിക്കൽ ഓഫീസർ ഇപ്പോൾ പറഞ്ഞത് പിന്നെ ഫോറസ്റ്റിന് കൊടുത്തു. ഫോറസ്റ്റുകാർ വന്ന് സ്ഥലം ഇൻസ്പെക്ട് ചെയ്ത് പരിശോധിച്ചതിന് ശേഷം 6 മാസങ്ങൾക്ക് മുമ്പാണ് പരിശോധിച്ചിട്ട് അവർ പറഞ്ഞു ഇപ്പോൾ ഇത് മുറിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കണ്ടല്ലോ, ഒരുപക്ഷെ വീടിനകത്ത് ആൾക്കാരുണ്ടായിരുന്നുവെങ്കിൽ അവരപ്പോൾ പുറത്തു പോയതാണ്. ആൾക്കാരുണ്ടായിരുന്നുവെങ്കിൽ ജീവന് തന്നെ അപകടം ഉണ്ടാകുന്ന രീതിയിൽ ആയി മാറുമായിരുന്നു. ഇതൊരു വലിയ ഭീഷണിയാണ്. അടിയന്തരമായി തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഇവിടുത്തെ ഡിവിഷൻ മെമ്പർ, പിന്നെ ബ്ലോക്കിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ളവർ ബന്ധപ്പെട്ട് ഫോറസ്റ്റ് മറ്റ് ഏജൻസികളെ അറിയിച്ചുകൊണ്ട് അടിയന്തരമായി ഇത് മുറിച്ചു മാറ്റുന്നുണ്ട്. ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ എന്ത് നടപടിയാണ് എടുക്കുന്നത് ആ നടപടി സ്വീകരിച്ചുകൊണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ഇതിനൊരു പരിഹാരം കാണുന്നതിനുള്ള നടപടിയെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനോടൊപ്പം ഇവിടുത്തെ വാർഡ് അംഗം എന്നുള്ള രീതിയിൽ ഞാനും ഉണ്ടാവും. ഒപ്പം തന്നെ ഇവർക്ക് നഷ്ടപരിഹാരം കിട്ടുന്നതിനുള്ള നടപടിക്രമമായി ഇപ്പം തന്നെ മുമ്പോട്ട് പോകും. വില്ലേജ് ഉദ്യോഗസ്ഥരെ കൊണ്ട് സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് എഴുതി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഏരിയയിൽ നിന്ന് നഷ്ടം കണക്കാക്കി വാങ്ങിച്ചുകൊണ്ട് പ്രളയ കെടുതികൾക്കുള്ള നഷ്ടത്തിന് ഇന്ന് തന്നെ താലൂക്കിൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് അവരോടൊപ്പം ഞാനും ഉണ്ടാവും. നാട്ടുകാരെല്ലാം ഇവിടെ ഉണ്ട്. എല്ലാവരും ആശങ്കയിലാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് പരിഹാരം കാണണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്.